Hi friends, hello my dear. Hi. Hi. Shekhar E. Hi. Mahi Mahendran. Hi. Arun Kumar. Hi. Mani. Hi. Hi. Arun Kumar. என்ன பண்றீங்க? ஒன்றும் பண்ணல, லைவ் போட்டிருக்கிறேங்க. கீழே உட்காந்துட்டு இருக்கீங்க. ഹായ് ജെറിനേട്ടാ. ഹായ് നവീൻ. ഹായ് വിനോബ്. ഹായ് അനിത. ഹായ് ഏട്ടാ. ഹായ് ജെറിനേട്ടാ. ഫുഡൊക്കെ കഴിച്ചോ? സുഖമാണോ? മുകുന്ദൻ. ഹായ് ശിവദാസ്. ഹായ്. മുറൊക്കെ എണീറ്റിട്ട് മുഖം കഴുകി എന്നിട്ടാണ് വന്നത്. ഇല്ലെങ്കിൽ ചില ഉറക്കം വരും. അത് കാരണം ഒരു അരമണിക്കൂർ ഉറങ്ങി എണീറ്റ് വന്നത്. சாப்பிட்டீங்க. நீ சாப்பிட்டீங்களா? வினோத். ஹாய் அனில். ஹாய் സുരേഷ് കുട്ടൻ. ഹായ്. ഹായ് ഗോകുൽ. മോൻ കണ്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. വെളിച്ചത്തിൻ്റെ ഒരു കുറവുള്ളതുകൊണ്ട് ചെറിയൊരു മെഴുകുതിരി കളത്തി വെച്ചിട്ടുണ്ട്. അപ്പം മെഴുകുതിരിൻ്റെ ഒരു വെളിച്ചമാണ്. എന്താ വൈകി? ഫുഡൊക്കെ കഴിച്ചു. 8 മണിയുണ്ട് ഏട്ടാ. ഒരു അരമണിക്കൂർ ഉറങ്ങിയിട്ട് വന്നു. ഉറങ്ങിയിട്ട് പിന്നെ എണീറ്റ് തലയൊക്കെ കെട്ടി മുഖമൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറ്റി. വിനോദ്. ഹായ്. സുരേഷേട്ടാ. ഹായ്. ഹായ് അച്ചു. അതാരോ അച്ചു. അച്ചു ഹായ്. ശരിക്കത്തെ അച്ചു. കമലേട്ട. ഹായ് ഏട്ടാ. എന്താ വരാൻ വൈകി? ഒരു അരമണിക്കൂർ കിടന്ന് ഉറങ്ങി എന്നിട്ട് വന്നത്. മണിഫട്ട മോള് പറയേട്ടാ. രാജേഷ് കുമാർ. ഹായ്. ജസു. വിക്കി. ഹായ്. ശിവദാസ്. പാലക്കാട്. എവിടെയാ വീട്? കോട്ടേക്കാട്. ഡ്രസ്സ് സൂപ്പർ. ഇന്ന് മുമ്പ് കണ്ടിട്ട് എത്ര പ്രാവശ്യം ഈ ലൈവിലിട്ടിരിക്കുന്നു, റീൽസിലിട്ടിരിക്കുന്നു. ശിബു. ഞാൻ ഫുഡ് കഴിച്ചു. പൊറോട്ട ബീഫ്. അതല്ലേ വെളിയിൽ നിന്ന് കഴിച്ച്. മാരി. ഹായ്. മണി. ഹായ്. ഓക്കെ. കൽക്കണ്ടം തൊണ്ടരെ. ഓ அஜிஸ்ட் ஐ லவ் யூ. சாப்பிட்டீங்க மாதிரி? நீங்கள் சாப்பிட்டீங்களா? மணி சாப்பிட்டீங்க വർഷം മുമ്പ്? ഇല്ല ഒരു 2-3 മാസം മുമ്പ്. സെന്തിൽ. ഡ്രസ്സ് നന്നായിട്ടുണ്ട്. നൈറ്റിയാണോ? അല്ല, ഇതൊരു വെസ്റ്റേൺ ടോപ്പാണ്. പാൻറ് ഷർട്ടിന് മിടിക്കൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടോപ്പാണ്. ദോഹറോട്ടെ നമസ്കാരം. പിന്നെ എന്താണ് വിശേഷങ്ങൾ പറയും? ഞാൻ ഒരുപാട് മെലിഞ്ഞു എന്ന് എനിക്കിപ്പോൾ മനസ്സിലാക്കുന്നു ഈ ഡ്രസ്സ് ഇട്ടപ്പോൾ. ഈ കണ്ടം. അതെ പുറത്തു നിന്ന് കഴിച്ചു. അതെ ഇന്ന് അടിപൊളിയാണല്ലോ മനീഷേട്ടാ. താങ്ക് യു. ഒരു വെളിച്ചം അടിക്കുന്നുണ്ടാ? എന്താ അറിയോ? മെഴുകുതിരി കൊളുത്തി വെച്ചിട്ടുണ്ട്. ടേബിൾ ലൈറ്റിന് പകരം മെഴുകുതിരിയാക്കി ഞാൻ. കത്തുന്നത് കാണുന്നുണ്ടോ? കാണാൻ വഴിയില്ല എന്നാ തോന്നുന്നേ. മണിയണ്ടേട്ടാ. സൂപ്പർ. നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല. കിട്ടും കേട്ടാ. ഒരു കുറച്ച് ദിവസത്തിനുള്ളിൽ നോട്ടിഫിക്കേഷനൊക്കെ എല്ലാവർക്കും വരും. മനീഷ് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, ഇപ്പോൾ കഴിഞ്ഞു. ആണോ മനീഷേട്ടാ? ഓക്കെ സൂപ്പറായിരിക്കും. താങ്ക് യു മാനി.
രാധാകൃഷ്ണൻ ഹായ്. എവിടെയാണ് ഇരിക്കുന്നത്? പുറത്തെന്ന് വെച്ചാൽ അകത്തുനിന്ന് വരുമ്പോൾ ചെറിയൊരിതുണ്ടല്ലോ, സിറ്റ് ഔട്ട് എന്നൊക്കെ പറയില്ലേ. സൂപ്പറായിട്ടുണ്ട്. താങ്ക് യു അച്ചു. പ്രതീഷ് സതീഷ് മാരിയപ്പൻ ഗുഡ് നൈറ്റ് അക്ക. നിഷേട്ടാ നമസ്കാരം. മാരിയപ്പൻ ഗുഡ് നൈറ്റ് അക്ക. ചെന്നൈ നന്നായിട്ട് മെലിഞ്ഞു. അതെ, നന്നായി മെലിഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യാനാ, ഈ ഡ്രസ്സ് ഇട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലാവും നന്നായി മെലിഞ്ഞു. ഇത് ഭയങ്കര ലൂസായി കിടക്കുന്നത് ആണെന്ന് അറിയില്ല. നേരത്തെ ആണല്ലോ. അതെ, നേരത്തെയാണ്. ഗഫൂരേട്ടാ നമസ്കാരം. ഗഫൂരേട്ടാ നേരത്തെയാണ്. നേരത്തെ വന്നു നേരത്തെ പോകാന്ന് പറഞ്ഞിട്ട്. സുരേഷ് ഏട്ടാ എന്താ അവിടെ ഒരു മൊത്തം ഇരുട്ടാ? ഏട്ടാ ഞാനിവിടെ മോൻ കാണാൻ വേണ്ടി ഒരു മെഴുകുതിരിയൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പോകുന്നു. ഓക്കെ, വരുന്നു. ശുഭരാത്രി, നാളെ കാണാം. എന്ത് പറ്റി കണിയണ്ട ഏട്ടാ? ഗുഡ് നൈറ്റ് ജി. ശ്രീതാകുമാർ ഇന്ന് വീട്ടിലുണ്ടാകുമ്പോൾ ചപ്പാത്തി കിച്ചൺ ഡ്യൂട്ടി എനിക്കാണ്, ഞാനും മോളും. അതേല്ലേ, വീട്ടിലുണ്ടാക്കാൻ ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. അപ്പോൾ കഴിച്ചിട്ടില്ല. എൻ്റെ ഡ്രസ്സ് രാജ്കുമാർ ഒരു ചൈന ഡ്രസ്സ് മാതിരി ഉണ്ട്. എവിടെ ആയിരുന്നു? ഞാനൊരു അരമണിക്കൂർ ഉറങ്ങി എണീറ്റ് മോൾ കഴുകി തലയൊക്കെ ചീവി കെട്ടിയിട്ട് വന്നു. ലുക്കിംഗ് സോ സ്വീറ്റ്, ഐ ലൈക്ക് സൗത്ത് ഇന്ത്യൻ പീപ്പിൾ. ആഹാ, യോഗേഷ്. ഒച്ചോ, മെഴുകുതിരിനെയും ഞാൻ നോക്കേണ്ടതായിട്ട് വന്നു. കേടല്ലേ? കുറച്ചുകൂടി ഫുഡ് കഴിച്ചു വണ്ണമൊക്കെ ആക്കുക. അതെല്ലേ ചേട്ടാ. ഹലോ, നമസ്കാരം രാജ്. നമസ്കാരം. അടിപൊളി ഡ്രസ്സ്. താങ്ക് യു മുഹമ്മദ് ഏട്ടാ, താങ്ക് യു. എന്താ കഴിച്ചത്? ഞാൻ ചോറ് കഴിച്ചത്. ഉപ്പുമാവുണ്ടായിരുന്നു. ചോറാണ് ഞാൻ കഴിച്ചത്. സർക്കസ് ഡ്രസ്സാണോ? അതേട്ടാ. നാളെ വർക്കുണ്ട്, അതുകൊണ്ട് ബൈ. ഓക്കെ മണിയണ്ടേട്ടാ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. നിന്നെ കാണാൻ എപ്പോഴും സമയമായിരിക്കും. വാട്സപ്പ് കൊടുക്കുന്നതിന് ഒറിജിനലാണോ? പിന്നെ വാട്സപ്പ് നമ്പറൊക്കെ എന്തിനാ കൊടുക്കുന്നത്? നല്ല ആവശ്യം ഉണ്ടാട്ടാ. അതൊക്കെ ഫേക്ക് നമ്പറാണ് കേട്ടാ. ആരെങ്കിലും വാട്സപ്പ് നമ്പർ കൊടുക്കും കേട്ടാ പബ്ലിക്കിൽ? ബിസിനസ് എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ കൊടുക്കും. നമ്മളിവിടെ എന്താ പറയുക, എൻ്റർടൈൻമെൻറ്റിന് വീഡിയോയും ലൈവൊക്കെ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഫോൺ നമ്പറൊന്നും ആരും കൊടുക്കില്ല കേട്ടാ. അതൊക്കെ ഫേക്കാണ് കേട്ടോളെ, ഉള്ളത് കാര്യം പറയാം. സോ ഇത് ഞാൻ എത്ര കേട്ട് മതിയായിട്ടോളേ. ആരെങ്കിലും അങ്ങനെ കൊടുക്കുമോ? അതെ, ആരും കൊടുക്കില്ല. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഹലോ, ഹവാരി അനിത പാലക്കൻ, നൈസ് ഡ്രസ്, താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞാൻ ഈ മെഴുകുതിരിയും നോക്കേണ്ടതായിട്ട് വന്നു. അതും ഇങ്ങനെ ഉരുകി ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാനും അപ്പം ഇങ്ങനെ ഇരിക്കുന്നു. പേയ് മാതിരി ഉണ്ട്. പേടിച്ചോടല്ലേ. റെഡ് കളർ ഓൺ യുവർ ഫേസ്. അതന്നെ, മെഴുകുതിരിൻ്റെ വെളിച്ചമാണ് റെഡ്. ഇന്ന് ചപ്പാത്തി ചിക്കൻ മസാല അനു മോൾക്ക് ഞാൻ പാർസൽ ഞാൻ കഴിച്ചു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? വേണ്ട, ഏട്ടൻ്റെ മോള് കഴിക്കുക എന്തായാലും. ലൈറ്റ് എഫക്റ്റ്, റെഡ് ലൈറ്റ് എഫക്റ്റാ മെഴുകുതിരി. ഒരു സിനിമയിലെ ബഹദൂർ ഇതുപോലെ ഒരു ഡ്രസ്സ് കൊണ്ട് അത് പറഞ്ഞതാ. അതല്ലേ ശരിയാ. കിടക്കൂടാതെ. അതെ, അവിടെ മഴയുണ്ടോ? രാജേഷ് ചേട്ടാ, അവിടെ ഭയങ്കര ചൂടാണ്. എന്താ ചെയ്യാം. ശൈലേഷ് ഗുഡ് നൈറ്റ്. രാജ്കുമാർ ബ്യൂട്ടിഫുൾ സ്മൈല്. ഓക്കെ, മെഴുകുതിരി തീരുമ്പോൾ ലൈവും തീരുമോ? നിർത്തുമോ?
അതെ, മെഴുകുതിരി ഇപ്പോൾ അങ്ങാണ്ട് തീരുമോ? ഇല്ല, ഇത് തീരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും കേട്ടാ. ചെറുതല്ല, കുറച്ച് വലുതാണ്. അത് ഉരുകുന്നുണ്ട് പാവം. അതങ്ങനെ ഉരുകി തീരുന്നു. മെഴുകുതിരി കൊളുത്തിട്ട് ഞാൻ കണ്ടിട്ട് കുറേ ആയി, ഒരുപാട് വർഷമായി. ചിലപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോലും മെഴുകുതിരി കൊളുത്തില്ല. വേറെ ഞങ്ങളിങ്ങനെ തിരിയൊക്കെ ഇട്ടിട്ട് എണ്ണ ഒഴിച്ചിട്ടേ വിളക്കൊക്കെയാണ്. കറണ്ട് ഇല്ലേ അവിടെ? കറണ്ടൊക്കെ ഉണ്ട്. ടിഫൻ പോലീസ് ഡ്രസ് ഇല്ല, ലൈറ്റ് വരുമ്പോൾ പണ്ടത്തെ ഓർമ്മ വരുന്നു. അതെ ഏട്ടാ, എനിക്കും അതന്നെയാണ്. പിന്നെ ഞാനിങ്ങനെ നോക്കുകയാണ് ഇങ്ങനെ കത്തണത്. ഞാനും ഇങ്ങനെ നമ്മൾ മണ്ണെണ്ണ വിളക്കൊക്കെ ഇങ്ങനെ കൊത്തി വെച്ച് ഇങ്ങനെ നോക്കും ഞാനിങ്ങനെ. അതുപോലെ എപ്പോഴത്തെ ഒരു ഫീല് മെഴുകുതിരി വെച്ചപ്പോൾ. ഞങ്ങളും ഉരുവ. ഇത് കൊല്ലമാണ്. ഇന്ന് അയച്ചാൽ ബ്രേക്ക്ഫാസ്റ്റിന് കിട്ടും. അതെയല്ലേ, ശരിയാ. ഞങ്ങളും ഉരുവ. അതെ. രാജ്കുമാർ സ്വീറ്റ് വോയിസ്. കുട്ടികളോട് എൻ്റെ സ്നേഹം പറയൂ. ഓക്കെ പറയണ്ടേട്ടാ. അബ്ദും സൂപ്പർ. ജനീഷേട്ടാ, ഞങ്ങൾ ഉരുകുവാണോ പറയണത്? ചൂടിലായിരിക്കും അല്ലേ? ഏയ് കടലേ സീബ്ര. സീബ്ര മാതിരി ഉണ്ടെന്നാ പറയുന്നത്. രാജ് ഹാഡ് യുവർ ഡിന്നർ? എനി സ്പെഷ്യൽ? പേടിച്ച് ഓടണ്ട കേട്ടോളൂ. ചിലപ്പോൾ എൻ്റെ മുഖം അങ്ങനെയൊക്കെ തോന്നും, പേടിച്ച് ഓടുന്ന പോലെയൊക്കെ. ഓടണ്ട. അവരെ കാണുവാ. എവിടെ വിനായക്? ന്യൂവ ഉറങ്ങുന്നു. നൈസ് വോയിസ്. ഓക്കെ. രാമൻ. നല്ല കാറ്റ് വരുന്നുണ്ട് ചെറുതായിട്ട്. ഇന്നലത്തെ പോലെ കാറ്റൊന്നും ഇല്ല കേട്ടോ. നൈസ് വോയിസ്. ഇന്നലത്തെ പോലെ കാറ്റൊന്നും ഇല്ല. ഇന്ന് ഇങ്ങനെ അത്യാവശ്യം. അതെ, ഇന്ന് നല്ല ചൂടായിരുന്നു. ഇവിടെ അത്യാവശ്യം ഇവിടെ നല്ല ചൂടാ. വെൽക്കം ഊട്ടി. glad to meet you. Welcome to ഊട്ടി. No. കടരുത്. നൈസ് ഡ്രസ്. താങ്ക് യു. ഓരോകി പോണത് എൻ്റെ കൈയും കാലം വെച്ച് വെറുതെ ഇതിന് മെഴുകുതിരി താഴെ വീഴുന്നാ തോന്നുന്നു. നൈസ്. ഹായ് ജയേട്ടാ, നമസ്കാരം. സുഖല്ലേ? ഫുഡൊക്കെ കഴിച്ചേട്ടാ. മുരുകാനന്ദം ഗുഡ് നൈറ്റ്. കണ്ണ് തീരെ പിടിക്കുന്നില്ലെന്ന് തോന്നുന്നു. കണ്ണ് തീരെ പിടിക്കുന്നില്ലെന്ന് അതിനല്ല. രാജു നമസ്കാരം. ആരാടാ നമസ്കാരം? എന്തൊക്കെ നമസ്കാരം. മൊബൈലില് കത്തരുത്, സൂക്ഷിച്ചോ. മൊബൈൽ കത്തരുത്. അതെ, മൊബൈലിൽ കത്തില്ല. മൊബൈലിന്റെ താഴെയാണ് ഈ മെഴുകുതിരി വെച്ചിരിക്കുന്നത്. കല്ലൊട്ടിക്കട്ടെ. ഓരോകി ജെറിൻ മണിമാല. കഴിച്ചത് എന്താണ് മണി? ഞാനല്ലേ, ഞാൻ കഴിച്ചെന്താണ് പറഞ്ഞില്ല, ചോറാണ്. ഉപ്പുമാവ് ഉണ്ടാക്കി. പ്രൊഫൈൽ ഫോട്ടോ സൂപ്പർ. സെൽവൻ ഗുഡ് നൈറ്റ്. ഹായ് ജെറിൻ നമസ്കാരം. ഇടയ്ക്ക് മുഖത്ത് ചുവപ്പ് കളറാകുന്നു. മെഴുകുതിരിന്റെ കളറാ? അയ്യോ അയ്യ. മഹേഷ്. ശങ്കരിയ. സെൽവ ഗുഡ് നൈറ്റ്.
കുട്ടി ഞാൻ മട്ടൻ ബിരിയാണി കഴിച്ചു. ഇജ്ജ് എന്താണ് കഴിച്ചത്? സ്പെഷ്യൽ എന്താണ്? സ്പെഷ്യൽ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ചോറാണ് കഴിച്ചത്, ഉപ്പുമാവൊന്നും കഴിച്ചില്ല, ചോറ് കഴിച്ചു. പിന്നെന്താണ് വിശേഷം? ഹായ് അമ്മ. ഹായ് ഹായ് മണി. മുക്കടച്ചിട്ടുണ്ട്. ഞാനിത് ശരിക്കും പറഞ്ഞാൽ എനിക്കില്ലേ ബാഡ് കമൻ്റ് ഒന്നും ഫേസ്ബുക്ക് എനിക്ക് കാണിച്ചു തരുന്നില്ല കേട്ടോ. സത്യം അതാ. ഡ്രസ്സ് സൂപ്പർ, താങ്ക് യു. ഹായ് മണി. என்ன ஃபுட்டு சாப்பிட்டீங்களாம்மா? அதான் உப்புமாவு சாப்பாடு. நான் சாப்பிட்டேன், சாப்பாடு சாப்பிட்டேன். ஹாய் மணி, நமஸ்காரம். எங்கே இருக்கணும்மா? அதான் வீட்டுக்கு முன்னாடி தாங்க. ബ്ലോക്ക്. അപ്പോൾ ബ്ലോക്ക് ആരുടെ ബ്ലോക്ക് ചെയ്യേണ്ടത്? കമ്മൽ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, അതേലെ ചേരുന്നുണ്ട് അല്ലേ? താങ്ക് യു ചേരുന്നേട്ടാ. വണക്കം ജെറിൻ ബ്രോ. അയ്യപ്പ മുരുക, ഇന്നൊരു ചൂടെടുക്കണം വല്ലാണ്ട്. മെഴുകുതിരി നീ കെടരുത്, കാറ്റിൽ കിടരുത്. എങ്ങടെ மெழுகுதிரி கொளுத்தி வச்சிருக்குதுங்க. அதுவும் காருண்ட மேல, பையனோட காருண்ட மேல மெழுகுதிரி. காமிச்சு தட்டுங்களா? കാണുന്നുണ്ടോ? കണ്ടോ അറിയില്ല. എന്നാലും ഞാൻ സ്റ്റിക്ക് വെച്ചിരിക്കുക, അതുകൊണ്ടൊന്നും കാണിക്കാൻ പറ്റുന്നില്ല പെട്ടെന്ന്. റെഡ് ലൈറ്റ് ഡിഫറെന്റ് ടുഡേ. രാജ് ஹாய், ஹவர் யூ? ஹெல்த்துக்கு பார்த்துக்குங்க. சரிங்க. அங்கே ஏதோ சண்டை நடக்கும் போல இருக்கு. டக்குன்னு அது அந்த இதில் மெயிலுக்கு പോയിട്ടേ. മെസ്സേജ് വായിക്കാൻ മറന്നുപോയി. അനിത ഇരിക്കുന്നിടത്ത് കാറ്റും വെളിച്ചവും ഒന്നുമില്ല. ഉള്ള സ്ഥലം ആണോ? കാറ്റും വെളിച്ചവും ഒന്നുമില്ല കേട്ടോ. ഭ്രാന്ത് പിടിക്കണം എനിക്കെന്തോ. അനിതക്കുട്ടി എന്നും പല്ലക്കിൽ കയറിയാൽ രാജകുമാരി എന്നെ വിളിക്കും. അതെല്ലേ. സെൽവം ഗുഡ് നൈറ്റ്. കൃഷ്ണകുമാർ എന്നമ്മ. കാൻഡിൽ ലൈറ്റ്, മെഴുകുതിരി. ഞാൻ കഴിച്ചു മണി മട്ടൻ ബിരിയാണി. മട്ടൻ ബിരിയാണി ഓക്കെ ഏട്ടാ, സൂപ്പർ ഏട്ടാ. സുഖമില്ല, തീരെ സുഖമില്ല. ഹായ് സ്വീറ്റ് ഡ്രീംസ്. ജെറിൻ ബ്രോ ഫുഡ് പൊറോട്ടയും ബീഫ് കറി എന്നാ പറഞ്ഞത്.
റോബിനേട്ടാ, അനിയത്തി പ്രാവേ ഗുഡ് നൈറ്റ്. എന്താണ് ഗുഡ് നൈറ്റ് മാത്രം പറയുന്നുള്ളൂ? എന്തൊക്കെയാണ് വിശേഷം? എന്താണ് 2 ദിവസം കണ്ടില്ല? ആംബുലൻസ് ലൈറ്റ് രതീഷ് കുമാർ ഹാഡിയ ഹായ്. എന്താ ഒരു ഗൗരവം നാഗവല്ലി മാതിരി. അപ്പുറത്തെ വീട്ടിൽ എന്തോ ഒരു ബഹളം, അതിന് ശ്രദ്ധിച്ചതാ. എന്നും നിന്നെ പൂജിക്കാൻ, എന്നും നിന്നെ പൂജിക്കാൻ, പൊന്നും പൂവും ചൂടിക്കാൻ, എന്നും നിന്നെ പൂജിക്കാൻ, പൊന്നും പൂവും ചൂടിക്കാൻ, വെണ്ണിലാവിൻ വാസന്തലതികേ. ചേട്ടൻ പാട്ടൊക്കെ എഴുതി കിട്ടും, വേറെ ലെവല്. അറിയുന്നൊരു പാട്ട് എന്നാണ് ഞാൻ പാടിയത്. മുത്തുരാജ്. ആംബുലൻസ് അല്ല, പിന്നെ അണ്ണാജ് ഉറങ്ങുന്നു. ബിനീഷ് ബ്രോസ് ആക്ടിങ്. candle light dinner you are planning. சாப்பிட்டேன் டின்னர் ராஜு. മുത്തല്ലേ കൊട്ടാരം 10 പറ 10,000. മുത്തല്ലേ കൊട്ടാരം 10 പറ 10,000 ആണോ? എന്താ പറയുന്നത്? 10 പ്രാവശ്യം പറയാ. പ്രഭു ഗുഡ് നൈറ്റ്, വോയിസ് ക്യൂട്ട്. മാരിയപ്പൻ കോൾഡാ, ചെറുതായിട്ട് தூங்கிட்டு இருக்கிறாங்க மணி. பிரவீன் குமார் ஹாய் செல்லம், இந்த நேரத்தில் വന്നിരിക്കീங்க മോളെ. ഞാൻ 2 ദിവസം നാട്ടിലില്ലായിരുന്നു, പുറത്തായിരുന്നു. ഒരു ചെറിയ ഫംഗ്ഷൻ്റെ പരിപാടിക്ക് പോയതായിരുന്നു. വന്നപ്പോൾ കുറച്ച് ഗുഡ് നൈറ്റ് പറഞ്ഞത്. ഓക്കെ, വൈകി പോയേ. ഓക്കെ ഏട്ടാ. ஹாய் செல்லம், என்ன இந்த நேரத்தில் வந்திருக்கீங்க? பிரவீன் குமார். ஒன்றும் இல்லைங்க, எல்லாருக்கும் ஒரு குட் நைட் சொல்லிட்டு போகலாம் சொல்லிட்டு വന്നതുங்க. അവിടെ എപ്പോഴും മടിയാണ്, അപ്പുറത്ത് വീട്ടിൽ. അതേട്ടാ. ഷിബു രാജ ഹായ് ബ്യൂട്ടി ക്വീൻ. അങ്ങനെയാണ്, അതൊക്കെ ഫേക്കാണ് കേട്ടാ. പറഞ്ഞു മതിയായി കേട്ടാ. ഒരുപാട് ഉണ്ടോ അവിടെ? ഉണ്ട് കേട്ടാ മണിയേട്ടാ, ഒരുപാടൊന്നും ഉണ്ട്. മണി മാരി സമ്മർ. അയ്യോ സമ്മർ ഒന്നും പറയണ്ട, ചൂടെടുത്തിട്ട് വയ്യ. ജനലിൻ്റെ അടുത്ത് നിന്നും മാറിയത് നന്നായിട്ടോ. എന്താ ഏട്ടാ? എനിക്ക് ഇത് ക്യാൻഡിൽ ലൈറ്റ് റീസൺ ടെൽ മീ. റീസണൊന്നുമില്ല, വെളിച്ച കുറവല്ലേ, താഴെ ഇരിക്കാന്ന് വിചാരിച്ചു. പിന്നെ അവിടെ എന്തോ ജനലിൻ്റെ അവിടെ ഇരുന്നിട്ടൊന്നും സുഖമില്ലാത്ത പോലെ തോന്നുന്നു. അപ്പോൾ ചേഞ്ച് മണി. കാരണം ഗുഡ് നൈറ്റ്. നിൻ തുമ്പ് കെട്ടിയിട്ട ചുരുൾമുടിയിൽ തുളസി കതിരിൽ ചൂടി. നിൻ തുമ്പ് കെട്ടിയിട്ട ചുരുൾമുടിയിൽ തുളസി. മണി ഞാൻ ഒറ്റപ്പാലം. ഓക്കെ. ദാസൻ ഹാർഡിയർ ഡിന്നർ. ചേച്ചി ഗുഡ് നൈറ്റ്. രാധേട്ടനെ കണ്ടില്ലല്ലോ. അതേല്ലേ, കണ്ടില്ല. ഞാൻ ഒറ്റപ്പാലം മണി. ഓക്കെ ഏട്ടാ മണിയേട്ടാ. ഫുഡൊക്കെ കഴിച്ചേട്ടാ. എന്താ സ്പെഷ്യൽ ഏട്ടാ മണിയേട്ടാ? മാരിയപ്പൻ നൈസ് ഡ്രസ്. താങ്ക് യു. ഒരുപാടൊന്നും വൈകിയില്ലേ? ഒന്നും പറയണ്ട.
ഇന്നൊരു അരമണിക്കൂർ ഉറങ്ങിയിട്ട് വന്നതാണ്. ഇവിടെ എൻ്റെ കുട്ടീച്ച് നാളെ തുളസിക്കതിർ വെച്ചിട്ട് വരുന്നൂടാ. ഇവിടെ തുളസി ഉണ്ടാ? ആ ചേച്ചിൻ്റെ വീട്ടിൽ തുളസി ഉണ്ടാന്ന് നോക്കട്ടെ. ആ ഉണ്ടെങ്കിലും ഞാൻ ഇവിടെ തുളസിക്കതിർ വെച്ചിട്ട് എന്നതായിരിക്കും. ക്യാൻഡിൽ ലൈറ്റ് എഫക്റ്റ് ഈസ് നോട്ട് ഗുഡ്. അതെല്ലേ, നന്നായിട്ടില്ല. ഓക്കെ രാജ്. ചുച്ചോ ഉരുകി തീരാനായിട്ടാ. ഡ്രസ്സില്ലയാ எனக்கு பிடிக்கிற அனிதா. கார் கேண்டில் ஆஃப் பண்ணுங்க. ஆஃப் பண்ணிட்டேன்ப்பா. ஓகே, ஆஃப் பண்ணிட்டேன். ഇരുട്ടാ இருக்கும் சரிங்களா? ഉരുകി തീർന്നു കേട്ടോ. സത്യം പറഞ്ഞ ഇത് തീരുമ്പോഴേക്ക് ലൈവ് തീർന്നിട്ടുണ്ടാവില്ല. വെളിച്ചക്കുറവ് പറയരുത് കേട്ടോ. അടിയിലും അക്കരയിലും അക്കരയിലും ആലി മണപ്പുറത്ത് കാത്തു നിന്നു. ചോറ്, സാമ്പാർ, മീൻ പൊരിച്ചത്, ഉപ്പേരി, പപ്പടം. സൂപ്പർ മണിയാട്ടാ. ഒരു മെനു തന്നെ ഉണ്ട്, അടിപൊളി. ഇപ്പോ സ്പെഷ്യൽ പറഞ്ഞ ഇപ്പൊ എന്താ ലൈവ് മുടിച്ച ഉടനെ തൂങ്ങുന്നതായിരിക്കും. മരിയപ്പൻ ഇഷ്ടമില്ല, കറണ്ട് പോയോ? അതെന്നെ പറയണ. ഓരോ ദിവസവും വരുന്തോറും ചെറുപ്പമാണല്ലോ. അതല്ലേ? ഇപ്പോ സ്ലീപ്പ്. അതെ മരിയപ്പ ഇപ്പൊ തന്നെ. അനിത സൂപ്പറാണ് കേട്ടോ. ബിജോട്ട താങ്ക് യു. മണി ഓക്കെ. ഇപ്പോൾ മുടിയിൽ മുല്ലപ്പൂ വെച്ച് കണ്ടിട്ട് ഒത്തിരി ആയല്ലോ. അതേട്ടാ, ഒത്തിരി നാളായി. മുല്ലപ്പൂവിന് എന്താ വില? 50 രൂപ കേട്ടോ ഒരു മുളത്തിന്. ഒന്നും കുഴപ്പമില്ല അനിത. ലൈറ്റ് വെളിച്ചം. ഓക്കെ. തമിഴ് സോങ് ധനുഷ് നെക്സ്റ്റ്. என்ன காணோம் யுவராஜ்னு சொல்லிட்டு. யுவராஜ் எப்படி இருக்கிறீங்க? நல்லா இருக்கிறீங்களா? சாப்பிட்டீங்களா? என்ன பண்ணுறீங்க? தர்ஷன் யூ சாங் செலெக்ஷன் ஆல் குட். தேங்க்யூ. ആനന്ദ്കുമാർ ഗുഡ് നൈറ്റ്. എന്താ പറയണപ്പോൾ മിണ്ടാതെ ഉറക്കമൊക്കെ വരുന്ന പോലെ തോന്നുന്നു. അങ്ങനൊരു ഈ ഉറക്കത്തിന് എന്തൊക്കെ ചെയ്യാം? എല്ലാത്ത ഉറക്കം വേറെ. ചൂട് വേറെ എടുക്കുന്നു, കാറ്റും. രാത്രി ഒന്നും ഉറക്കില്ല കേട്ടോ, ചൂടെടുത്തിട്ട് മനുഷ്യന്. ഇരുട്ടാണെങ്കിലും കുട്ടി ഇത് നല്ല പോലെ വെളുപ്പാണല്ലോ, അതുകൊണ്ട് കാണാണ്ട. ബട്ട് എന്നെയാണെങ്കിൽ എവിടെ ഏട്ടാ അങ്ങനെയൊന്നുമില്ല. ഞാൻ വെളുത്തിട്ടല്ല ഏട്ടാ, ഞാൻ കറുത്തിട്ടാണ് ഏട്ടാ. സത്യേട്ടാ പറഞ്ഞു, ഞാൻ കറുത്തിട്ടാ. അനന്ത നമ്മ പ്ലാന് ചിന്ന ചേഞ്ച്. ഓ സോ ക്യൂട്ട്. നോ സാരി ഇല്ലായിരുന്നു. അതെ സാരി കെട്ടണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. കെട്ടുന്ന ചൂട് കൊണ്ട് രാജ്, ഭയങ്കര ചൂട്. ഹോട്ട് സ്മൈൽ പോതും എനക്ക്. സ്മൈൽ போதும் எனக்கு, தூக்கம் வரும். ചിരിച്ചു കൊടുക്കാം. മെഴുകുതിരിയുടെ വെളിച്ചം നിന്റെ മുഖം ഒരു ഗോൾഡ് കളറായി കാണുന്നു. അതെല്ലേ, ഞാനിവിടെ AC-യിലാണ് മണിയേട്ടാ. ഓക്കെ, സൂപ്പർ ഏട്ടാ. രാത്രിയിൽ വയ്ക്കണ്ടടാ എൻ്റെ കുട്ടി. ഓക്കെ, ഇല്ല ഏട്ടാ, ഞാൻ അന്ന് പറഞ്ഞതാണ്, അതോടെ ഞാൻ സ്റ്റോപ്പ് ചെയ്തതാണ്. നമുക്ക് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നൈറ്റ് ഡ്രസ്സ് പോട്ടു സൂപ്പറാக ഇருக்கு. ഫൈൻ. എന്തൊരു ചൂടാണ്. ചൂടുകൊണ്ട് ശരിക്കും എന്താ പറയുക, വല്ലാത്ത ചൂടിട്ടുള്ള. മീശാനൊന്നും കാണുന്നുമില്ല. എന്താ പറയണത്? രാത്രിയിൽ കന്നഡ കുട്ടി. ഓക്കെ ഏട്ടാ, അതാ ബിഫോർ. ഓക്കെ മണി. പല്ലി കുമാർ മൈ ഡിയർ,
വെരി ഹാപ്പി ഗുഡ് മോർണിംഗ്. സാപ്പിട്ടാച്ചാ? സാപ്പിട്ടെ. ഐ ലവ് യു മൈ ഡിയർ സ്വീറ്റ് ഹാർട്ട് മൈ ഡാർലിംഗ് അനിത. ഓക്കെ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. താങ്ക് യു കേട്ടാ, താങ്ക് യു. കരുനീല കണ്ണഴകി കേട്ടോ. ഒരു മിനിറ്റ്, വിശാൽ എന്തെങ്കിലും എടുക്കട്ടെ കേട്ടോ. പറ വെച്ചിട്ട് എന്തൊക്കെ കാട്ടുന്നു ഞാനല്ലേ. എൻ്റെ അമ്മ പടി മുരുക. കരുനീല കണ്ണഴകി കണ്ണകി കാവേരി കരയിലെത്തി. ഓ കണ്ടെങ്കിലെന്നു കൊതിച്ചു കണ്ണീർ കനക ചിലമ്പു ചിലമ്പി. എന്തൊക്കെയോ ശബ്ദം, വല്ലാത്ത ശബ്ദം. രാത്രി നേരത്ത് എന്താ ഇവിടെ ശബ്ദം? പകലും മതി. തമിഴ് ഓർ മലയാളം സോങ് ഇനി. അതായത് ശിവകുമാർ ഗുഡ് നൈറ്റ് തമിഴ് സോങ്ങിൻ്റെയാണ്. അത് തന്നെ പറയാനുള്ള. അടിപൊളിയാണ്, അടിപൊളിയാണത്രേ. ജനറേറ്റർ എന്ത് പറ്റി? ഒരു മാസമായിട്ട് ഇങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചിലമ്പോ ബിഫോർ. ഓക്കെ, നൈസ് ലുക്കിംഗ് സ്മൈൽ. അക്ക അത് വിളിക്കാതു വലി മോളെ കുഞ്ഞു എന്ത് ചെയ്യുന്നു? സുഖമായിരിക്കുന്നു. പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? പഠിക്കുന്നില്ല, ഒരേ ക്രിക്കറ്റ് കളിയാണ്. പഠിത്ത ബുക്കൊന്നും തുറന്നു നോക്കുന്നില്ല. അന്ന് അടച്ചു വെച്ച ബുക്കാണ്. ഇപ്പൊ ഞാൻ തുറന്നു നോക്കണം. ചൂട് കൊണ്ട് തുറന്നു നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. പസங்க സാപ്പിട്ടീங்க തൂങ്ങിട്ടാണ് എല്ലാവരും. സ്ലീപ്പിംഗ് രാജ്. ഹായ് തെരിയേട്ടാ. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? തെരിയേട്ടാ സുഖമല്ലേ? എന്താണ് ചളി പിടിച്ചു പോയ പോലെ ജലദോഷം ചെറുതായിട്ടുണ്ടോ എന്ന് സംശയം. വാട്ടർമെലൻ ജ്യൂസ് കുടിച്ചു, അതായിരിക്കുമോ? മേബി ഇരിക്കലാം. എന്തൊരു ചൂടാ. ഓസ്തി പ്രവീൺ അല്ലേ? ഹലോ, തമിഴ് സോങ് ധനുഷ് നെക്സ്റ്റ്. വെയിറ്റിംഗ് ലോങ് ടൈം വെയിറ്റിംഗ് ഫോർ യുവർ വോയിസ് യുവരാജ്. ബാബു ഗുഡ് നൈറ്റ്. ഞാൻ ടാബ്ലറ്റ് വാങ്ങി വരട്ടും അനിത. കണ്ടിപ്പാ വാങ്ങ, ഒന്നും പറ്റുന്നില്ല, ചളി പിടിച്ച്. ഞാന് മാലദ്വീപിലാണ് വർക്ക് ചെയ്യുന്നത്. അതെ ഏട്ടാ, എന്താ വർക്ക് ഏട്ടാ? മാലദ്വീപ് എവിടെയാണ്? എവിടെയോ കേട്ടിട്ടുണ്ട്. അവധി ഇട്ട് കഴിഞ്ഞാൽ പിള്ളേർ ക്രിക്കറ്റ് കളിക്കാതെ പഠിക്കുകയാണ്. അത് ശരിയല്ലേ? താമര പൂവിൽ വാഴും താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ. ഓണിലാക്കടവിൽ പൂക്കും പുണ്യമല്ലോ നീ. ചൂടെടുക്കണല്ലോ ഫ്രണ്ട്സ്. ഒരു ഇല പോലും ഇപ്പം അനങ്ങുന്നില്ല. എന്ത് പറ്റിയത്? എന്തായാലും ഞാൻ ചൂട് കഴിയുമ്പോഴേക്കും ഞാൻ ഔട്ടാകുമോ? நீங்க தனுஷ் சாங் எழுதி விடுங்க ப்ரோ, പാടുവെങ്ക. ഇത് ആസിരാജിന്റെ ഫേക്ക് അക്കൗണ്ടാണ്. ഏത് യുവരാജ? എങ്ങനെയാണത് മനസ്സിലാവണത്? അക്ക സോങ് വേണം കാതു വലിക്കത്. സോങ് വേണ്ടാം കാതു വലിക്കത്. ഓക്കെ, അവங்களுக்கு കാതു വലിക്കത് അമ്മ. അജിത്ത് ഓർ വിജയ് യു ലൈക്ക്. രണ്ടുപേരും ഇഷ്ടമാണ്. മാരിയപ്പൻ
രണ്ടുപേരും ഐ ലൈക്ക് യു. ഹൗ ഈസ് കുക്ക് സാമ്പാർ ടെൽ മീ. സാമ്പാറില്ലേ, ഉപ്മ. റവന എന്താ ഇംഗ്ലീഷിൽ പറയാൻ അറിയില്ല കേട്ടോ. ഇല എല്ലാം ഉറങ്ങിക്കാണും. അതെ, ശരിയാ. വിരിയുടെ പറഞ്ഞത് ശരിയാ. രാമായണം വായിക്കുന്നത് പോലെ താമരപ്പൂവിൽ പാടി. 3 കുഞ്ഞുങ്ങളെ അമ്മയല്ലേ, പഠിക്കുന്നില്ലെങ്കിലും ഇടയ്ക്ക് ശകലം ചൂരൽ കഷ്ണം കൂടെ കൊടുത്താൽ മതി, കുഞ്ഞുങ്ങൾ പഠിച്ചോളും. അത് ശരിയാണ്, ചൂരലൊന്നും വാങ്ങി വെക്കണം എന്തായാലും. ഗുഡ് മാൻ. എന്താണോ ഇത്, സീബ്രയോ? ഡ്രസ്സിലെ അതേട്ടന്ന് കുറച്ച് മോഡലായി പോയില്ലേ കേട്ടാ. സത്യാണ് ജെറിൻ, രണ്ടും ഒരാൾ തന്നെ. അതെ, അജിത്ത്. അജിത്തിനാണ് അവർക്ക് ഇഷ്ടം, ജെറിൻ തോമസിന്. കണ്ടോ, അജിത്ത് സൂപ്പറാണെന്നാ പറയുന്നത്. ലാസ്റ്റ് വാച്ചിങ് ടൈം മൂവി ഞാൻ 10 തല. മാരിയപ്പൻ സൂപ്പർവൈസർ ആണല്ലേ. കാർപെൻഡർ. ഓക്കെ ട്ടാ, ഓക്കെ. ലജ്ജാവതിയെ എന്ന സോങ് പാടുന്നു. ലജ്ജാവതിയെ എന്റെ കള്ളക്കടക്കണ്ണി, താഴമ്പൂവോ താമരത്തോളം തേനോ തേനിലാവോ. പാട്ട് മറന്നുപോയാട്ടാ, കുറേ വർഷമായില്ലേ. എന്നാലും ഒരു 10-13 വർഷം ഉണ്ടാവൂലേ അല്ലേ. ഞാനും കണ്ടത് എത്രാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴറിയോ, ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആ സിനിമ ഇറങ്ങിയത്. 6ൽ പഠിക്കുമ്പോഴാണ് ആ സിനിമ ഇറങ്ങിയെന്ന് തോന്നുന്നത്. ഫോർ ദ പീപ്പിൾ. അതിലൊരു വേറൊരു പാട്ടുണ്ട്, ഏതറിയോ? അന്നക്കിളി നീളവർണ്ണക്കവേരി വന്നു. അത് സ്റ്റേജിൽ ഞാൻ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് വലിയൊരു പ്ലേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓണത്തിൻ്റെ പരിപാടിയായിരുന്നു. ഓണത്തിൻ്റെ പരിപാടിയിൽ അതൊരു നല്ലൊരു അനർക്ലൈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാൻ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. അന്നക്കിളി നീ നിലവണ്ണക്കവേരി വന്നു, അത് ആ പാട്ട്. ഐ ലവ് യു. കമ്മൽ എന്താ പറയുന്നത്, കമ്മല് എന്താ പറയുന്നു മണിയേ. വീട്ടിലുണ്ട് കേട്ടാ. പ്ലേറ്റ് എവിടെ ചോദിക്കുന്നത്. തള്ളലി രാത്രി വേണോ? അത് ഞാൻ കാര്യം പറഞ്ഞാണ് കേട്ടോ, തള്ളലാണിത്. നല്ലതായി ചെറുപ്പത്തിൽ ഇങ്ങനെ പറഞ്ഞ സ്റ്റെപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. വെറുതെ ഇങ്ങനെ കേട്ടോ ഇങ്ങനെ കൊല്ലുങ്ങ, എന്താ പറയാ, ചാടുക എന്നൊക്കെ പറയില്ലേ. ചാടിയിട്ട് ആ ഒരു വെറുതെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെയൊക്കെ ആക്കി എന്തോ ആ പാട്ട് തീർന്നവരെ ചാടിയിട്ടുണ്ടാവും തോന്നുന്നു. സത്യം. എന്നാലും എനിക്ക് പ്ലേറ്റ് ഒക്കെ തന്നു. നല്ല പ്ലേറ്റ് ആയിരുന്നു, ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഒരു പ്ലേറ്റ് ആയിരുന്നു അത്. യോസ് ബ്ലൂടൂത്ത് MIAC അങ്ങനെയൊന്നും എനിക്കറിയില്ല കേട്ടോ. അതിത് 6ാം ക്ലാസ്സിലായിരുന്നു. അപ്പോൾ ഫോർ ദ പീപ്പിൾ. എത്രാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കിട്ടിയത്? അതന്നെ 6ാം ക്ലാസ്സിലാണ് തോന്നുന്നു കേട്ടാ. പിന്നെ ആ ഒരു പാട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ട്. പിന്നെ ആരു പറഞ്ഞു ആ സിനിമയിൽ ഒരു പാട്ടുണ്ടല്ലോ, ഗുജറാത്തി കാൽ തല കിട്ടിയ മലയാളി പെണ്ണാണ് നീ. ആ ഒരു പാട്ട് സ്കൂളിൽ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു അത്, സ്റ്റേജ് പ്രോഗ്രാം. യൂത്ത് ഫെസ്റ്റിവലാണ് തോന്നുന്നു. അതിലാണ് അങ്ങാണ്ട് കളിച്ചതാണ്. 2003 ഫോർ ദ പീപ്പിൾ. അതെ, എന്തോ ആയിക്കോട്ടെ, അങ്ങനെ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊരു പാട്ടായ. പിന്നെ തോട്ട ഭൂപതി നാനട ആ പാട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. അതിനെനിക്ക് ഫസ്റ്റ് കിട്ടിട്ടോ. ഞാനും വേറൊരു കുട്ടിയും കൂടി കളിച്ചിട്ടുണ്ടായിരുന്നു. ആ പാട്ട് തന്നെയാണ്. എന്നിട്ട് അത് എനിക്കാണ് ഫസ്റ്റ് തന്നത്. എന്താ ജോലി? ഇലക്ട്രിക്കൽ ജോലിയാണ് മണിയേട്ട. നാളെ ഫോർ ദ പീപ്പിൾ റീൽസ് ചെയ്യണം കേട്ടോ. നമുക്ക് മറന്നു കേട്ടാ. പുലിവാൽ കല്യാണം, അതന്നെ, അതിലെ പാട്ട്. അതില് ഗ്രൂപ്പ് ഡാൻസ് ഒറ്റയ്ക്ക് കളിച്ചോ? ഇല്ല, 4-5 പേരും കൂടി കളിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോഴും ഇത്ര സുന്ദരിയായിരുന്നു എൻ്റെ കുട്ടിയെ. ഇല്ല ഏട്ടാ, ഇത്ര സുന്ദരിയെന്ന് ഇത്ര സുന്ദരി സുന്ദരിയാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ എന്തോ ആരും എൻ്റെ അടുത്ത് സുന്ദരി എന്നുള്ള വാക്ക് മിണ്ടിയിട്ടുണ്ടായിരുന്നില്ല, ഒരാള് പോലും. അമ്മേ വയ്യ. ഞാൻ പറഞ്ഞത് ചെറുപ്പത്തിലുള്ള കാര്യമാണ് കേട്ടോ. ഇപ്പൊക്കെ കളിക്കാൻ പറ്റുമോ? എന്താ പറയണ കേട്ടാ. ഔട്ട്സൈഡ് ലൈവിൻ നൈറ്റ് ലൈറ്റ് അവിടെ പീസായി പോയി. ലൈറ്റ് ഫീസ് പോയി. ഫീസ് അങ്ങനല്ലേ പറയാ? പീസാണോ ഫീസാണോന്ന് അറിയില്ല, എന്തോ ഒന്ന് പീസ് പോയി എന്നാ തോന്നുന്നു. കാർത്തി സുരേഷ്, ഓക്കെ. വോയിസ് ലൈറ്റ് ടു കാർത്തി സുരേഷ്, ഓക്കെ. കീർത്തി സുരേഷാ, ഷോ എനിക്ക് വയ്യാണ്ടായി. ആര് ജോസി ബോലോ, ആര് ജോർ ബിസി ബോലോന്നാ. ലൈവ് സൂപ്പർ ആവുന്നുണ്ട്, താങ്ക് യു മുഹമ്മദ് ഏട്ടാ. തെങ്കാശി എന്ന പട്ടണത്തില് ഏതെങ്കിലും ഒരു പാട്ട് പാടാമോ? അതന്നെ, എന്താ പാട്ട് പാടുന്നത്? എന്താണ്? എന്റെ തെങ്കാശി തമിഴ് പൈങ്കിളി കുറിച്ചൊല്ലുന്ന മനം തേങ്ങി എന്റെ കരളിന്റെ. ആ പാട്ടൊന്ന് എഴുതി കൂടി മിനിഷേട്ടാ അറിയാണെങ്കിൽ ഞാൻ പാടാം. അവനില്ലാതെ ഞാനെന്റെ കണ്ണന്റെ കാതിലി ചൊല്ലുമോ പരിഭവം പറയുമോ. ഹിന്ദി ലാംഗ്വേജ് രാജ്, ഉച്ചത്തിൽ പറയാൻ രാജ്. ഓ ഓക്കെ. ലവ് മൂമെന്റ്. പാലക്കാട് എവിടെയാണ്? പാലക്കാട് ഏട്ടാ കൊട്ടേക്കാടാണ് ഏട്ടാ. മലമ്പുഴ കൊട്ടേക്കാട്. എപ്പോ കോയമ്പത്തൂരാണ് കേട്ടോ ഏട്ടാ. അപ്പോഴും ഇപ്പോഴും സുന്ദരിയായിരുന്നു. അപ്പോഴെന്നെ കണ്ടിട്ടുണ്ടോ ഇപ്പോഴെന്നെ കണ്ടിട്ടുണ്ടോ പറയ്. അപ്പോഴും ഒട്ടും സുന്ദരി ആയിരുന്നില്ല. എന്നെ ആരും സുന്ദരി എന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, സത്യമാണ് പറയണത്. എനിക്ക് എന്നെ സുന്ദരിയാണെന്ന് പറയാൻ തുടങ്ങിയ വർഷം ഒരു 23 വയസ്സിലൊക്കെയാണ്. കൊള്ളാലോ, ഭംഗിയുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടത് 23 വയസ്സിലൊക്കെയാണ്. അവിടെ നാൾ തൊട്ട് ഇപ്പം എത്ര വർഷമായി എന്നെ സുന്ദരിയാണെന്ന് പറയാൻ തുടങ്ങിയത്? എത്ര വർഷമായി? 23 വയസ്സെന്ന് വെച്ചോളെ. 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 10 വർഷമായി സുന്ദരിയാണെന്ന് പറയാൻ തുടങ്ങി. 10 വർഷമായി. ഓക്കെ, അത് വരയ്ക്കാൻ സുന്ദരി ആയിരുന്നില്ല കേട്ടോ. കേക്ക് തരുന്നു. ഓ സൂപ്പർ, അമേസിങ്. ഓക്കെ, താങ്ക് യു. കേക്കൊക്കെ തരുന്നുണ്ട്. അപ്പോൾ തെങ്കാശിപ്പട്ടത്തിലെ പാട്ട് പാടി. അതിനതാ കുങ്കുമ പൊട്ടു എങ്കമ്മ. ഓ ഞാൻ മോൻ കഴുകി വെച്ച് മറന്നു പോയിട്ടാ. ചെറുതായിട്ടൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണേ. ഔട്ട്സൈഡ് ലൈവ് നോട്ട് ഹാപ്പി. സുന്ദരിയാണ്. സൂപ്പർ. പാലക്കാട് എവിടെയാണ് പറഞ്ഞു? ഇപ്പോഴും സുന്ദരിയാ അല്ലല്ലോ. ഇപ്പോഴും സുന്ദരി അല്ലല്ലോ. കുറച്ചു പേരെന്നെ സുന്ദരിയാണെന്ന് പറയുന്നുണ്ടല്ലോ ഏട്ടാ. ഗ്രാമീണ സുന്ദരി, അതെന്നെ. അതെ, എന്താ പറയാ, ഹോംലി ലുക്ക് എന്നൊക്കെ പറയില്ലേ, അതൊക്കെ തന്നെ. അങ്ങനെ മതി, അങ്ങനെ പറഞ്ഞാൽ മതി. ഇപ്പോഴും സുന്ദരിയാവാൻ എന്താ ചെയ്തത്? അയ്യോ, ഞാനൊന്നും ചെയ്തില്ല മുഹമ്മദ് ഏട്ടാ. ഞാൻ ഒന്നും ചെയ്തില്ല, സാധാ പോലെ തന്നെ ആയിരുന്നു. ചിലപ്പോ അപ്പൊ എന്നെ കാണുമ്പോ വേണമെങ്കിൽ എന്നെ എന്താ പറയാ, ഓരോ അതുപോലെ പോലെ തോന്നിയിട്ടുണ്ടാവായിരിക്കാം. ഇപ്പൊ സുന്ദരിയായിട്ട് തോന്നുന്നതായിരിക്കാം, അറിയില്ല കേട്ടോ. ചിലപ്പോ അന്ന് ഞാൻ പുറത്തിറങ്ങാത്തത് കൊണ്ട്, കാണാത്തത് കൊണ്ടായിരിക്കാം. ഞാൻ വീഡിയോ ഒക്കെ ഇടല്ലേ,
അപ്പോൾ അത് ഞാൻ 10 വർഷമായിട്ടൊന്നും വീഡിയോ ഇടുന്നില്ല കേട്ടോ, ആകെ 1.5 വർഷമായിട്ടുള്ളൂ. ഒന്നും ചെയ്തില്ല കേട്ടോ, ഒന്നും ചെയ്തില്ല. ദൈവം തന്നു, സ്വീകരിച്ചു. മോളെ ടാറ്റ ബൈ ബൈ. ഓക്കെ റോബിനേട്ടാ. തമിഴ് സോങ് ധനുഷ് അമ്മമ്മ അപ്പപ്പ. ഗുഡ് മോർണിംഗ്. ലവ് യു ചെല്ലം അക്ക. ലൈവ് നടത്തിയാൽ മതി സുന്ദരിയാകും. അതെ, ലൈവ് നടത്തിയാൽ മതി സുന്ദരിയാകുന്ന പറയുന്നത്. ഗുഡ് നൈറ്റ് ആയിരുന്നാ പാലക്കാട്. ഗുഡ് നൈറ്റ് പറയുന്നു. ഹരിദാസ് സേട്ടൻ ഗുഡ് നൈറ്റ് പറയുന്നു. പാല് നടത്തിയിട്ടെ. അപ്പോൾ ഓക്കെയാണ്. അപ്പം ഞാൻ പോട്ടെ എന്നാ. പിന്നെ എല്ലാവരും ഉറങ്ങിക്കോളെ. ഗുഡ് നൈറ്റ് കേട്ടോളെ. പോട്ടെ, ഞാനും പോയി കുറച്ച് നേരം ഇല്ല, ഒരു 5, 6, 7 മണിക്കൂർ ഉറങ്ങട്ടെ. ടാറ്റ, ഗുഡ് നൈറ്റ്. നാളെ കാണാം ഫ്രണ്ട്സ്. നാളെ ഉച്ചയ്ക്ക് വരാവേ. ടാറ്റ.